الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الحديث الرابع عشر. 40 ഹദീസുകളിൽ നിന്ന് 14-ാമത്തെ ഹദീസ്. يحذر فيه النبي صلى الله عليه وسلم. 6 സലാത്തിൽ എത്ര കാലം സലാത്തിലുള്ള മാത്രം കേൾക്കും. എന്തോ നമ്മളെ കൽബിനെ പറ്റിപ്പോയി. അതുകൊണ്ടൊരു കണ്ണുമേ ക്ലാസ് ഇപ്പം ഞാൻ നിർത്തിയേക്കാന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്താക്കണ്ട എല്ലാവരും ചരിത്രം എന്താ അറിയാക്കാം. കാരണം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു മാറ്റവും വന്നില്ലല്ലോ. പണ്ടേ താഴെ തന്നെ. പിന്നെ അതുകൊണ്ട് സമാധാനിക്കുന്ന ആൾക്ക് വ്യാജ സമാധാനിക്കാൻ എന്തോ വലിയ നേട്ടമുണ്ടായിട്ടുണ്ട്. കാരണം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അങ്ങനല്ലേ? സ്വയം കളഞ്ഞു വിളിക്കാത്ത കാലത്ത് നിയമത്തെ പിൻവലിക്കൂലെന്നല്ല പറഞ്ഞു. يحذر فيه النبي صلى الله عليه وسلم الإنسان أن يتكلم بالكلمة دون أن يتبين ما فيها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകുകയാണ് മനുഷ്യനെ ഒരു കലിമത്ത് സംസാരിക്കരുത്. ദൂന അൻ യതബയ്യന മാ ഫീഹാ എന്ന് പറഞ്ഞാൽ മാ യതഫക്കറു ഹൽ ഹിയ ഖൈറുൻ അം ശർറുൻ. ഈ സംസാരത്തിൽ ഖൈറുണ്ടോ ഷർറുണ്ടോ എന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് പറഞ്ഞുവിടൽ തന്നെ. عن أبي هريرة رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول إن العبد يتكلم بالكلمة. والعبد والكلمة സംസാരിക്കും. ما يتبين فيها എന്ന് പറഞ്ഞാൽ ما يتفكر هل هي خير أم شر. അത് ഖൈറാണോ ഷർറാണോ എന്നില്ല ഒരു വിവേചനമില്ലാതെ നയസില്ലു ബിഹാ, ആ സംസാരിച്ച കലിമത്ത് കൊണ്ട് അയാളെന്താക്കും? ബഴുതു വീഴും. പിന്നാരി നരകത്തിൽ. അബ്അദ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ദൂരത്തിനേക്കാണ ആഴമുള്ള നരകത്തിലേക്ക് വെഴുതി വീഴും. റവാഹു ശൈഖാൻ. ورواه الترمذي بلفظ إن الرجل ليتكلم بالكلمة لا يرى بها بأسا. ഇവന് അതിലൊരു മോശമൊന്നും തോന്നൂല, അത് പറയേണ്ട കാര്യമെന്നാ വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കലിമത്ത് സംസാരം യഹ്വി ബിഹാ 70 ഖരീഫൻ, 70 ആണ്ട് സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തായിരിക്കും അവൻ താഴോട്ടേക്ക് നരകത്തിലേക്ക് വീഴുക. ورواه الحاكم بلفظ إن الرجل يتكلم بالكلمة ما يظن أن تبلغ ما بلغت. ഒരു കലിമത്ത് സംസാരിക്കുന്നു, പക്ഷെ അവൻ വിചാരിച്ചിട്ടില്ല ഈ കലിമത്തോട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. യഹ്വി ബിഹാ 70 ഖരീഫൻ ഫിന്നാർ. ورواه البيهقي بلفظ قال رسول الله صلى الله عليه وسلم إن العبد ليقول الكلمة. ഒരബദ് ഒരു കലിമത്ത് സംസാരിക്കുന്നു, ലാ യഖൂലുഹാ ഇല്ലാ ലിയുദ്ഹിക ബിഹൽ മജ്ലിസ്, മജ്ലിസിലുള്ളവരെ ചിരിപ്പിക്കലാണ് അവൻ്റെ ഉദ്ദേശം. യഹ്വി ബിഹാ, അപ്പം അതുകൊണ്ട് എന്താക്കും? അവൻ താഴോട്ടേക്ക് ഹാഡത്തിലേക്ക് പോകുന്നു. അബ്അദ മാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിൻ്റെ ഇടയിലുള്ള ദൂരത്തിനേക്കാണ് ദൂരത്തിലേക്ക്. വഇന്ന അർറജുല ലയസില്ലു അൻ ലിസാനിഹി, ഒരു മനുഷ്യന്റെ പല നാവ് കൊണ്ട് വെഴുതി വീഴും. അശദ്ദ മിമ്മ യസില്ലു അൻ ഖദമി, കാല് കൊണ്ട് വെഴുതി വീഴുന്നതിനേക്കാണ് കടുപ്പത്തിൽ. റവാഹു അബു ശൈഖ് ബി ഇസ്നാദിൻ ഹസനിൻ അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലാ ഹൽ അസാ റജുലുൻ മിൻകും അൻ യതകല്ലമ ബിൽ കലിമ. അറിയണം, നിങ്ങൾപ്പെട്ട ആരെങ്കിലും സംസാരിച്ചേക്കുമോ എന്ന് തങ്ങൾ ചോദിക്കുന്നു. ഒരു കലിമത്തുമുണ്ട്. യുദ്ഹിക്കു ബിഹൽ ഖൗം, ഖൗമിനെ അതുകൊണ്ട് ചിരിപ്പിക്കുന്നു.
അപ്പൊ അപ്പൊ ആകാശത്തിനേക്കാണ് ദൂരത്തുള്ള ആഴത്തിലേക്ക് എന്താക്കും അവൻ വീഴും. ഒരു കലിമത്ത് കൊണ്ട് സംസാരിച്ചേക്കുമോ? അപ്പൊ തങ്ങൾ അതിനെ പറ്റിയുള്ള ഭയം അറിയിക്കുന്നത്. അവന്റെ അസ്ഹാബികൾ, അവന്റെ സുഹൃത്തുക്കളെ ചിരിപ്പിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടെന്താകും, ആ കലിമത്ത് കാരണത്താൽ അല്ലാഹു തആല അവനോട് കോപിക്കും. അവനെ തൊട്ട് അല്ലാഹു തആല പൊരുത്തപ്പെടൂല. ഹത്താ യുദ്ഖിലഹു നാർ, നരകത്തിൽ കടത്തുന്നല്ലാതെ. അൽ ഹദീസുൽ ഖാമിസ് അശർ, 15ാമത്തെ ഹദീസ്. يبين فيه النبي صلى الله عليه وسلم أحوال الناس في الدنيا وعواقبهم في الآخرة. ദുന്യാവിൽ മനുഷ്യന്മാരുടെ അഹ്വാൽ വ്യാഖ്യാനിക്കുകയാണ്, അതുപോലെ ആഖിറത്തിലുള്ള ആഖിബത്തും വ്യാഖ്യാനിക്കുകയാണ്. عن أبي كبشة الأنماري رضي الله عنه أنه سمع رسول الله صلى الله عليه وسلم يقول ثلاث نقسم عليهن. 3 കാര്യമുണ്ട്, അതിൻ്റെ മേൽ ഞാൻ സത്യം ചെയ്ത് പറയാൻ തയ്യാറാണ്. ഉഹദ്ദിസുക്കും ഹദീസൻ, ഒരു ഹദീസ് പറഞ്ഞു തരുന്നു. ഫഹഫളൂഹു, അത് നിങ്ങൾ പാഠമാക്കണം. അതെന്താണ്? ഖാല മാ നഖസ മാലും മിൻ സദഖ, സദഖ കൊടുത്തിട്ട് പൈസ തീരൂല. പൈസ കുറയൂല, സദഖ കൊടുത്തു കഴിഞ്ഞാൽ പൈസ മാല് കുറയൂല. വലാ ദുലിമ അബ്ദുൻ മദ്ലമതൻ, ഒരു അബ്ദ് ആക്രമിക്കപ്പെട്ടു. സബറ അലൈഹ, അതിൻ്റെ മേൽ അവൻ എന്താക്കി ക്ഷമിച്ച്. ഇല്ലാ സാദഹുല്ലാഹു ഇസ്സൻ, അവൻ അല്ലാഹു തആല ബഹുമതി ഏറ്റിട്ടല്ലാതെ. വലാ ഫതഹ അബ്ദുൻ, ഒരു അബ്ദുൻ തുറക്കുന്നില്ല ബാബ മസ്അലത്തിൻ, എന്നുവെച്ചാൽ യാചനയുടെ വാതിൽ. ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖർ, ഫഖീറത്തിന്റെ വാതിൽ അല്ലാഹു തആല ഇപ്പുറത്തേക്ക് തുറന്നിട്ടല്ലാതെ യാചനന്റെ വാതിൽ ഇവൻ തുറന്നിട്ടില്ല എന്നാണ്. അപ്പൊ യാചന എന്നുള്ള ഒരു നല്ല കാര്യമാണ് ഇപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി വഉഹദ്ദിസുകും ഹദീസൻ ഫഹഫളൂഹു, ഒരു ഹദീസ് പറയുന്നു, അത് പാഠമാക്കൂ. ഇന്നമൻ ദുന്യാ ലിഅർബഅതി നഫരിൻ, ദുന്യാവ് 4 കൂട്ടർക്കാണ്. 1 അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വഇൽമൻ, അവന് മാലും കൊടുത്തു ഇൽമും കൊടുത്തു. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു, ആ മുതലിലായിക്കൊണ്ട് അല്ലാഹു തആല അവൻ തഖ്വ ചെയ്ത് ജീവിക്കുന്നു. വയസിലു ഫീഹി റഹിമഹു, അവന്റെ ചാർച്ചബന്ധം ചേർക്കുന്നു. വയഅലമു അന്ന ലില്ലാഹി ഫീഹി ഹഖൻ, അതിൽ അല്ലാഹു തആലക്ക് ഒരുപാട് ഹക്ക് കൊടുക്കാനുണ്ട് എന്ന് അറിയുന്നു. അവനായി ഫഹാദ ബി അഫ്ദലിൽ മനാസിൽ, അവൻ മൻസിലകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലായി. വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖഹു മാലൻ, ഒരാൾക്ക് അല്ലാഹു തആല ഇൽമു കൊടുത്തിട്ടുണ്ട്, എന്തില്ല, മാല് കൊടുത്തിട്ടില്ല. ഫഹുവ സാദിഖുൻ നിയ്യ, അവൻ നല്ല സാദിഖായ നിയ്യത്തുകാരനാണ്. നിയ്യത്തിനെ പറ്റി എല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ട് കലപ്പിനെ നിൽക്കാന്നല്ലാണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. യഖൂലു ലൗ അന്നലി മാലൻ, എനിക്ക് മാലുണ്ടെങ്കിൽ തിരക്കേടില്ല. ലഅമിൽതു ബിഅമലി ഫുലാൻ, ഒന്നാമത് പറഞ്ഞ ആ ഫുലാനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മാലിന് ഞാൻ അമൽ ചെയ്യുമായിരുന്നു. അവന്താകും ഫഹുവ ബിനിയ്യതിഹി, അവന്റെ നിയ്യത്ത് കൊണ്ട് കൂലി കിട്ടി. ഫാജ്റുഹുമാ സവാബ്, രണ്ടാമത്തെ തുല്യമായ സവാബായി. ഇനി 3 വഅബ്ദു റസഖഹുല്ലാഹു മാലൻ വലം യർസുഖഹു ഇൽമൻ, മുതല് കൊടുത്തിട്ടുണ്ട് ഇൽമു കൊടുത്തിട്ടില്ല. മുതലെന്താക്കും, യഖ്മിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ കണ്ടെന്താക്കും അതിലെന്തല്ലോ പിച്ചും പയ്യാക്കൽ ചെലവാക്കും. വലാ യത്തഖി ഫീഹി റബ്ബഹു, റബ്ബിന്റെ തഖ്വ ഒന്നും ചെയ്യലുമില്ല. വലാ യസ്ലു ഫീഹി റഹിമഹു, അവന്റെ ചാർച്ചബന്ധം ചേർക്കുന്നുമില്ല. വലാ യഅലമു ലില്ലാഹി ഫീഹി ഹഖൻ, അതിൽ ഹക്കുണ്ട് എന്നവൻ അറിയുന്നുമില്ല. ഫഹാദാ ബിഅഖ്ബസിൽ മനാസിൽ, അപ്പോൾ 4 കൂട്ടത്തിലെ ഏറ്റവും ചീത്തയായതാണിത്. വഅബ്ദുൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമൻ, ഒരാൾക്ക് മാലുമില്ല ഇൽമുമില്ല. പക്ഷേ ഈ മൂന്നാമത് പറഞ്ഞ ആളെ മാതിരിയാണ് എന്ന് ഇയാൾ വിചാരിക്കുന്നു. فهو يقول لو أنني ما عملت فيه بعمل فلان فهو بنيته فوزرهما سواء. അപ്പോൾ അവർക്ക് രണ്ടാക്കും തുല്യ പ്രതിഫലമാണ് കിട്ടിയത്. അതെ,
അന്നഹു നവാ അൻ ലൗ കാന ഇൻദഹു മാലുൻ ലഖബത ഫീഹി വഹതക വഫസക വഅമില മാ അമില ഫുലാൻ ഫീ ഇസ്റാഫി അലാ നഫ്സിഹി വഫിസ്ഖിഹി. അതാ പറഞ്ഞു വരുന്നത്. മുതലുണ്ടായിരുന്നുവെങ്കിൽ അവൻ കാട്ടുന്ന പോലെ എല്ലാം കൊണ്ടാൻ വേണ്ടിയും കാട്ടാമായിരുന്നു. അൽ ഹദീസ് സാദിസ് അശറ 16-ാമത്തെ ഹദീസ് യുബയ്യിനു ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻവാഅ അമലിൽ ഖൈരി വആസാറഹ. ഖൈറായ അമൽ ചെയ്താൽ എന്ത് നേട്ടമുണ്ടാകും, എന്തൊക്കെ ഇനങ്ങളുണ്ട്, അതാണ് ഹദീസിൽ പറയുന്നത്. عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صنائع المعروف. ഗുണകരമായ എല്ലാ പ്രവർത്തനങ്ങളും തഖി മസാരി അസ്സൂ, അപകടകരമായ രംഗങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും. വസദഖത്തു സിദ്ദി, അപ്പൊ അതിലെന്തുണ്ട്? സിറായ സദഖയുണ്ട്. അത് തുത്ഫിഉ ഖദബർ റബ്ബി, റബ്ബിന്റെ ഖദബിനെ കെടുത്തുന്ന സാധനമാണ്. വസിലത്തുർ റഹ്മാണെങ്കിലോ തസീദു ഫിൽ അംരി, ആയുസ്സിനത് വർദ്ധിപ്പിക്കുന്നതാണ്. وجاء في رواية أم سلمة رضي الله عنها زيادة على ذلك وكل معروف صدقة. صنائع المعروف എന്ന് പറഞ്ഞത് എല്ലാ മഅറൂഫായ കാര്യങ്ങളും സദഖയാണ്. വഅഹ്ലുൽ മഅറൂഫ് ഫിദ് ദുനിയാ ഹും അഹ്ലുൽ മഅറൂഫ് ഫിൽ ആഖിറ. ദുനിയാവിൽ ഗുണകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അഹലുകാര് ആഖിറത്തിൽ അവർ മഅറൂഫിന്റെ അഹലുകാരിൽപ്പെട്ടവരാണ്. പ്രതിഫലത്തിലേ വാഹുലുൽ മുൻകരി ഫിദ് ദുനിയാ, മഅറൂഫിന്റെ ഓപ്പോസിറ്റ് എന്താ? മുൻകർ. മുൻകറിന്റെ അഹലുകാർ ഹും അഹ്ലുൽ മുൻകരി ഫിൽ ആഖിറ. വഅവ്വലു മൻ യദ്ഖുലുൽ ജന്നത അഹ്ലുൽ മഅറൂഫ്. മഅറൂഫായ കാര്യം ചെയ്യുന്ന ആളുകളാണ് സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിക്കുക. അൽ ഹദീസു സാബിഉ അശറ 17-ാമത്തെ ഹദീസ് യുബയ്യിനു ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വുജൂബ മഹബ്ബത്തിഹി ഫൗക മഹബ്ബത്തി കുല്ലി മഖ്ലൂഖിൻ. തങ്ങളുടെ മഹബ്ബത്ത് വാജിബാണ് എല്ലാ മഖ്ലൂഖിന്റെ മഹബ്ബത്തിനേക്കാളും ഉപരിയായി. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആരും മുഅ്മിനാവുകയില്ല ഞാൻ അവന് പ്രിയങ്കരമാവണം, ഏറ്റവും പ്രിയങ്കരം. എന്തിനേക്കാളും? അവൻ്റെ വാലിദിനേക്കാളും അവൻ്റെ മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും. അൽ ഹദീസ് സാമിനു അശറ 18-ാമത്തെ ഹദീസ് യുബയ്യിനു ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിഫാത്തില്ലത്തി യജിദു ബിഹൽ മുഅ്മിനു അലാമത്തൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ, ഒരു മുഅ്മിന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അനിവാര്യമായ സിഫാത്തുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അൻ അനസ് റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യമുണ്ട്, അതൊരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനായി. 1 മൻ കാന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റെല്ലാത്തിനേക്കാളും പ്രിയങ്കരമാവുക. വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. ഒരാൾ ഒരു അബ്ദിനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് 2. 3-ാമത്തത് വമൻ യക്റഹു അൻ യഊദ ഫിൽ കുഫ്രി. കുഫ്റിലേക്ക് മടങ്ങലിനെ അയാൾ വെറുക്കുന്നത് ബഅദ അൻഖദഹുല്ലാഹു മിൻ. അതിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, മുസ്ലിമാക്കിയിട്ടുണ്ട്. ഏതുപോലെ വെറുക്കണം? കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. തീക്ക് എറിയപ്പെടുന്നേക്കാളും ഉപരിയായി വെറുക്കണം. وفي رواية 3 من كن فيه وجد حلاوة الإيمان وطعمه. ഹലാവത്തിന് കൂടെ തഅമഹു എന്നും കൂടിയുണ്ട്. 2 അർത്ഥം തന്നെ. അൻ യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും റസൂലുമായിരിക്കുക ഏറ്റവും പ്രിയങ്കരം. വൻ യുഹിബ്ബ ഫില്ലാഹി വയുബ്ഗിദ ഫില്ലാഹ്. വെറുക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അല്ലാഹുവിന് വേണ്ടിയായിരിക്കുകയാണ്. അപ്പൊ എന്തുണ്ട്? വയുബ്ഗിദ ഫില്ലാഹി എന്ന് മറ്റേനേക്കാണ് സിയാദത്തുണ്ട്. വഅൻ തൂഖദ നാറുൻ അലീമത്തുൻ. വമ്പിച്ച തീ കൂട്ടിയിട്ട്
ഇവൻ അതിൽ വീഴുക. അത് അഹബ്ബു ഇലൈഹി മിൻ യുശ്രിക ബില്ലാഹി ശൈഅ, അല്ലാഹുവിനെ കൊണ്ട് എന്തെങ്കിലും ശിർക്ക് വെക്കുന്നതിനേക്കാൾ ഇത്തിക്കത്ത് വീലാണ് അഫ്ളൽ, ഏറ്റവും പ്രിയങ്കരം എന്ന് വരിക. റവാഹു ശൈഖാനി. അൽ ഹദീസ് താസിഅ അശറ, 19-ാമത്തെ ഫീമാ വറദ മിൻ ഹുഖൂഖുൽ മുസ്ലിമീന അലാ ബഅദിഹിം, മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കടമകളാണ് പറയുന്നത്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم حق المسلم على المسلم ست. ഒരു മുസ്ലിം നൽകാനുള്ള ഹക്ക്, ആരമേൽ മറ്റൊരു മുസ്ലിമിന്റെ പേരിലുള്ള ഹക്ക് മറ്റൊരു നൽകാനുള്ളത് 6 എണ്ണമുണ്ട്. ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, കണ്ടുമുട്ടിയാൽ സലാം പറയണം. വൈദാ ദഅാക ഫഅജിബഹു, ക്ഷണിച്ചാൽ അതിന് ഉത്തരം ചെയ്യണം. വൈദസ്തൻസഹക ഫൻസഹ് ലഹു, അവൻ നിന്നോട് സതുപദേശം തേടിയാൽ എന്താക്കണം, നല്ല നസ്ഹ് ചെയ്തു കൊടുക്കണം. വൈദാ അതസ ഫഹമിദല്ലാഹ ഫസമ്മിതുഹു, തുമ്പിയിട്ട് അൽഹംദുലില്ലാഹി പറഞ്ഞെങ്കിൽ എന്താക്കണം, യർഹമുക്കല്ലാഹ് എന്ന് പറയണം. വൈദാ മരിദ ഫഅദുഹു, രോഗിയായാൽ കാണാൻ പോകുക. വൈദാ മാത ഫത്ബഅഹു, മരിച്ചാൽ ഖബർ വരെ പിന്തുടർന്നു പോകുക. റവാഹുൽ ബുഖാരി. അൽ ഹദീസുൽ 20, 20-ാമത്തെ ഹദീസ് ഫി തഹദീരി മിനൽ ഹസദ് വൽ ബഗ്ളാ, ഹസദും പകയും വക്കലിനെ തൊട്ട് പേടിപ്പിക്കുകയാണ്. വഅന്ന ദാലിക ഹുവ ദാഉൽ ലദീ ഹലകത് ബിഹിൽ ഉമം, മുൻകഴിഞ്ഞ ഉമ്മത്തികൾ ഹലാക്കായത് ഈ രോഗം കൊണ്ടാണ്. عن الزبير بن العوام رضي الله عنه أن رسول الله صلى الله عليه وسلم قال دب إليكم داء الأمم قبلكم, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഉമ്മത്തിമാർക്കുണ്ടായ രോഗം നിങ്ങളിലേക്ക് ഇതാ ഇഴഞ്ഞു കയറുന്നു എന്നാണ് പറഞ്ഞത്. എന്തെല്ലാണ്? അൽ ഹസദു വൽ ബഗ്ളാ, ഹസദും അതിനെ തോന്നിയുള്ള പകയും. വൽ ബഗ്ളാന്റെ അവസ്ഥയിൽ ഹാലിക്ക, അത് കളയുന്ന സാധനമാണെന്നാണ്. എന്താ കളയില്? ലാ ഹാലിക്കത്തെ ശരി, മുടി കളയും എന്നല്ല ഉദ്ദേശം. വലാക്കിൻ ഹാലിക്കത്തു ദീൻ, ദീനിനെ തന്നെ ബന്ധിച്ച് അങ്ങോട്ട് കളയുന്ന പറഞ്ഞു. വല്ലദീ നഫ്സു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനാവാത്ത കാലത്തോളം സ്വർഗ്ഗത്തിൽ കയറൂല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു, പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം മുഅ്മിനാവുകയില്ല. അലാ ഉനബ്ബിഉകും ബിശൈഇൻ, ഒരു ചെറിയ കാര്യമാണ്, ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യം. അത് ചെയ്താൽ ഇദാ ഫഅൽതുമൂഹു തഹാബബതു, ചെയ്താൽ സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നതാണ്. അതിന് കുറേ ചായയോ മന്തിയൊന്നും ഉണ്ടാക്കണമെന്നില്ല. ഖാലു ബലാ യാ റസൂലല്ലാഹ്, എന്താണത്? ഖാല അഫ്ശുസ്സലാമ ബൈനക്കും, സലാം വ്യക്തമായി പറയുക. എന്നില്ലാത്തത് ഏത് മേഖലയിലും ഇല്ലാതെടുത്ത് ഒരു സാധനം അതാ. അഫ്സുവിനെ വെളിവാക്കി പറയുക, പരസ്യപ്പെടുത്തുക, ഇഫ്ശാൽ. അപ്പൊ അത് ഇങ്ങനത്തെ ട്രൂ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സലാം ചെല്ലിനി, അതെ ഞാനും സലാം ചെല്ലിനി. നിങ്ങളെ ഭാഷയിൽ ട്രൂ അല്ലേ സലാം. പിന്നെ അസ്സുണ്ടാവും. അടുത്ത കാലത്ത് തുടങ്ങിയ രോഗം നിങ്ങൾ പറഞ്ഞില്ലേ, അതാ രോഗം നിങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. അതിൽ ഹദീസുൽ ഹാദി വൽ ഇശ്റൂൻ, ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ താമസിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു. അത് പഴയ ശരീരത്തിൽപ്പെട്ടതാണല്ലോ. ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാമിനെ ഇറക്കുന്നതിന് മുമ്പേ ഉണ്ട്. അതെ, ഇന്നലെ മലായിക്കത്തിനോട് ചെല്ല്, എന്താണ് അവർ തിരിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടുപിടിക്കുന്നില്ലേ. ഫീ ബയാനി ഹുഖൂഖി തരീഖി വആദാബിഹി, വഴിയുടെ ഹക്കുകളാണ്. പലയാളും വഴി പോകുമല്ലോ. അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വൽ ജുലൂസ ഫി തുർഖാത്ത്, വഴികളിൽ ഇരിക്കുന്നതോടെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു.
ഖാലു അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, മാലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ, അങ്ങനെ ഇരിക്കേണ്ട ചില ആവശ്യങ്ങൾ വരും, അത് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ തഹദ്ദസു ഫീഹ, അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കും. എന്നുവെച്ചാലോ, യഅനൂന അന്നഹും ഖദ് യൽതറൂന ഇലൽ ജുലൂസ് ഫീഹ ലിത്തഹദ്ദുസി ഫീ അംരിൻ മുഹിമ്മിൻ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കൊണ്ട് എന്താക്കണം, സംസാരിക്കൽ അനിവാര്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരിടത്ത് ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. കാല, തങ്ങൾ പറഞ്ഞു, ഫൈൻ നബൈത്തും, അപ്പം നിങ്ങൾ അത് കൂടാതെ കഴിയില്ലെങ്കിൽ, ഇല്ലൽ മജാലിസ്, ഇരിക്കലല്ലാതെ പുറന്ന് നിർത്തിയില്ലെങ്കിൽ, പാത്തു തരീഖ് തരീഖിന് ചില ഹക്ക് കൊടുക്കാറുണ്ട്. കാലു യാ റസൂലല്ലാഹ്, എന്താണ് വമാ ഹക്കു തരീഖ്, എന്താണ്? അല്ലുൽ ബസർ, കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ പോകുന്നാളെല്ലാം നോക്കലെല്ലാം ഉണ്ട്. വഖഫുൽ അദാ, അതുപോലെ തന്നെ ശല്യം ഒഴിവാക്കുക, മറ്റുള്ള വഴിവാക്കന്മാരെ തടഞ്ഞാലൊന്നും പറ്റൂല, ഓർക്കും വഴിപോണ്ടേ. വറദ്ദു സലാം, അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ സലാം മടക്കണം. വൽ അംറു ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കലും, വന്നഹയ്യു അനിൽ മുൻകർ, ചീത്തയായ കാര്യം വിരോധിക്കലും. അപ്പം എത്ര ഹക്ക് ഉണ്ട്? ഖല്ലുൽ ബസർ, ഖഫുൽ അദാ, റദ്ദു സലാം, അംറു ബിൽ മഅറൂഫ്, നഹീൻ അനിൽ മുൻകർ, ഇങ്ങനെ 5 ഹക്ക് കൊടുക്കണം. വഫീ റിവായത്തി അബീ ദാവൂദ് സിയാദത്തു ഇർശാദു സബീൽ, വഴി അറിയാത്തവർക്ക് വഴി പറഞ്ഞു കൊടുക്കലും എന്നുണ്ട്. അപ്പോൾ 6 ആയി. വൈന്ദ തബറാനിയിലോ ഇഗാസത്തുൽ മൽഹൂഫ്, പ്രയാസപ്പെടുന്ന ആളെ സഹായിക്കൽ എന്നുണ്ട്. അപ്പം 7. അൽ ഹദീസ് സാനി വൽ ഇശ്റൂൻ, 22ാമത്തെ ഹദീസ്, ഫീ ബയാനി അന്ന മൻ ഖാഫല്ലാഹ തആല സആ ഇലൻ നജാതി മിൻ അദാബിഹി, അള്ളാഹുവിനെ പറ്റി ഒരാൾക്ക് പേടിയുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന മാർഗത്തിലേക്ക് എന്താക്കും? അയാൾ ഓടിയെത്തും. അതെങ്ങനെ ഓടിയെത്തലെങ്ങനെ? വദാലിക ബി തആത്തില്ലാഹി തആല, അല്ലാഹു ഉൾപ്പെടൽ തന്നെ വേറൊന്നുമില്ല. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖാഫ അദ്ലജ, അതൊരു ഉപമയായിട്ടാണ് പറയുന്നത്. എങ്ങനെ? ഒരു നാട്ടിൽ ഇപ്പോൾ കൊള്ള വരും, കൊള്ളക്കാർ ഇറങ്ങും എന്ന് പേടിച്ചാൽ എന്താക്കും? അയാൾ ഉടനെ അവന് സാധനമായിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് എത്തും. അപ്പോൾ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കും? അയാൾ നേരത്തെ കാലത്തെ പുറപ്പെടും. അപകടം വന്നതിന് ശേഷം രക്ഷപ്പെടാന്ന് പറയൂല. അത് അദ്ലജ എങ്ങനെ വായിക്കണം? ബി സുകൂനി ദാലി, അദ്ലജ മുഖഫഫൻ, ദാലിന് ശബ്ദില്ല. സാറമിൻ അവലിലെ, രാത്രിയുടെ ആദ്യ ഭാഗം സഞ്ചരിച്ചു എന്നാണ്. ഇനി അമ്മ തസ്ദീദു ഇദ്ദലജ എന്ന് വായിക്കും. അപ്പോൾ ഫമഅനാഹു സാറമിന്നാഹ്, അവസാന ഭാഗത്ത് സഞ്ചരിക്കുന്ന അർത്ഥം കിട്ടില്ല. അദ്ലജാന്റെ അവിടെ ഇദ്ദലജ എന്ന് വായിച്ചാൽ അവസാനത്തെ സഞ്ചരിക്കലാണ്. വൽമാന അന്നമം മശാഫി സഹറായി, ഒരാൾ മരുഭൂമിയിൽ കൂടി നടക്കുന്നു. വഅഖ്ബല അലൈഹില്ലൈലു, രാത്രി അയാൾക്ക് മുന്നിട്ട് വന്നു. ഫഇന്ന ഖൗഫഹു മിൻ സിബാഇ സഹറായി വളിയാഇഹ, അതുപോലെ മരുഭൂമിയിലുള്ള പിടിമൃഗങ്ങളെ തൊട്ട് അയാളെ പേടിച്ച് അതേ സാധനങ്ങളും ജീവനും നഷ്ടപ്പെടുമെന്ന് പേടിച്ചാൽ യഹ്മിലു അല്ല യമീത, അവിടെ താമസിക്കാതിരിക്കാനാണല്ലോ അയാളെ പ്രേരിപ്പിക്കല് എന്നതുപോലെ ബൽ യുതാബിഉ സൈറഹു, അയാളെ യാത്ര എന്താക്കും? വളരെ സ്പീഡ് കൂട്ടും. ഹത്താ യബ്ലുഗ മൻസിലഹു വ മഹ്മല, അയാളെ വീട്ടിലേക്കെത്താൻ, അതുപോലെ രക്ഷ പ്രാപിക്കാവുന്ന സ്ഥലത്തേക്കെത്താൻ. ഇത് ഒരു ഉപമയാണ്. എന്നിട്ട് പറയുന്നു വമാൻ ഇദ്ദല അദ്ലജ ബലഗൽ മൻസില, നേരത്തെ കാലത്തെ പുറപ്പെട്ട വീട്ടിലേക്കെത്തും. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിൻ്റെ ചരക്ക് എന്നുള്ളത് വലിയ ബലപിടിച്ച സാധനമാണ്, വെറുതെ ഒന്നും കിട്ടൂല. അലാ ഇന്ന സിൽഅത്തല്ലാഹി അൽ ജന്ന, അള്ളാഹുവിൻ്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗം, അത് വലിയ ബലപിടിച്ച സാധനമാണെന്നവർ, അത് നല്ല വില കൊടുക്കേണ്ടി വരും. ഇനി അൽ ഹദീസ് സാലിസു വൽ ഇശ്റൂൻ, 23ാമത്തെ ഹദീസ്, ഫീഹി ബയാനു ഫളലി തഫ്രീജി അനിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ തൊട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന ഫضല പറയുന്നു. വസ്സത്രി അലിഹി, അവൻ്റെ പോരായ്മകളും അവൻ്റെ അയ്ബും മറച്ചുവെക്കലും. വത്തൈസീരി, അവൻ്റെ എളുപ്പം ചെയ്തു കൊടുക്കലും. വൽ ഔനി ലഹു, അവനെ സഹായിക്കലും. വഫദലു തലബിൽ ഇൽമി, ഇൽമിനെ തേടുന്നതിൻ്റെ മഹത്വവും. വൽഇജ്തിമാഇ അലാ തിലാവത്തി കിതാബില്ലാഹി തആല വ മുദാറസതിഹി, അള്ളാഹുവിൻ്റെ കിതാബ് ഓതുന്നതിൻ്റെ മേലിലും അതിൻ്റെ മുദാറസ, അതെന്താണ് നമുക്ക് പഠിപ്പിക്കുന്നതിൻ്റെ പാഠം, അതും അതിൻ്റെ ഫളായില്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ,
ദുന്യാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഒരു പ്രയാസം ഒരു മോമിനെ തൊട്ട് ഒരാളെന്താക്കി ദൂരീകരിച്ചാൽ നഫസല്ലാഹുവിന് ഖുർബതൻ മിൻ ഖുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുണ്ടാകുന്ന വലിയ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കും. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ മറച്ചു എന്ന് പറഞ്ഞാൽ വസ്ത്രം കൊടുത്തിട്ട് മറക്കലും ആവാം. അവൻ്റെ പോരായ്മകളും അയ്ബുകളും ജനങ്ങളോട് ഇങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് ഇന്നാളിങ്ങനെ എന്ന് പറയേ അത് മറച്ച് സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും ഇവൻ്റെ പോരായ്മകളും അയ്ബുകളും അല്ലാഹു തആല മറക്കും. വമൻ യസ്സറ അലാ മുഅസ്സിരിൻ, പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരാൾ എളുപ്പം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു തആല ഇവനും എളുപ്പം ചെയ്തു കൊടുക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിനെ സഹായിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും ഈ അബ്ദ് അവൻ്റെ സുഹൃത്തിനെ സഹായിക്കുന്ന കാലത്തോളം. വമൻ സലക ത്വരീഖൻ, ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചു യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് കരസ്ഥമാക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് നസഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള തരീഖ്. ഇതേം എത്രയോ കേട്ട് ജമാദാത്ത് പോലും കാണാപ്പാടാക്കിയ ഹദീസാണ്. സ്വർഗത്തിലേക്കുള്ള തരീഖ് എളുപ്പമാക്കി കൊടുക്കും. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ബൈത്തുകളിൽ വെച്ച് ഏതെങ്കിലും ബൈത്തിൽ ഒരു കൗം ഒരുമിച്ച് കൂടുന്നു. ബൈത്തുല്ലാഹിന് നേരെ അർത്ഥം പള്ളിയാണ്. പള്ളിയാവണം എന്ന് കൈതില്ല. അതവിടെ നടക്കുന്ന പരിപാടി കാരണത്താൽ എന്താക്കി അള്ളാഹിൻ്റെ വീടിനെ പറ്റി ലഖബ് കൊടുത്തുന്ന പറയും. കൂടി അത് തന്നെ. യത്ലൂന കിതാബല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ കിതാബ് ഓതുന്നു. വതദാറസൂനഹു ബൈനഹും, അതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ എന്താക്കും അത് ദർസ് നടത്തുന്നു. വെറും ഓതല് മാത്രമല്ല അതിൻ്റെ പാഠങ്ങൾ. എന്നുണ്ട് ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, സക്കീനത്ത് ഇറങ്ങാതെ ഇല്ല. ഒന്ന് വഗശിയത്തുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്ത് അവരെ മൂടുകയും ചെയ്യും. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ മലായികത്ത് അവരെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലായികത്തിനോട് അവരെ പുകഴ്ത്തി പറയുകയും ചെയ്യും. ചില മലായികത്ത് ഭൂമിയിൽ ഇറങ്ങൂല, അവിടെ തന്നെ ഉണ്ടാകില്ലേ. ഇത് അവരോട് ഒന്ന് ഭൂമിയിലേക്ക് നോക്കിയാട്ടെ എന്താണ് അവിടെ നടക്കുന്ന പണി എന്ന് അവരെന്താക്കും പുകഴ്ത്തി പറയും. അതാണ് ഇത് മുദാറസിന്റെ ഫളായില് പറയുമെന്ന് പറഞ്ഞത്. വമൻ ബത്തഅ ബിഹി അമലുഹു, ഒരാളെ കൊണ്ട് അവന്റെ അമല് വെടിമുടക്കി കളഞ്ഞു. ചില അമലൻ ടയർ പഞ്ചറായി. ലാം യുസ്രി ബിഹി, എന്നാ വലിയ തറവാട്ടുകാരനാണ് ഞാൻ തങ്ങളുപ്പാപ്പിയാന്ന് പറഞ്ഞുകൊണ്ട് എന്താവൂല, അവിടുന്ന് വണ്ടി ഷാട്ടാവൂല. എന്നുവെച്ചാൽ അത് ഉമ്മമയെന്ന് ഓടിപ്പോകുന്ന വണ്ടിയുടെ അന്നാക്കി ബ്രേക്ക് വീണ്. എന്നാൽ ഞാൻ തങ്ങളുപ്പാപ്പിയാന്ന് പറഞ്ഞുകൊണ്ട് എന്താവൂല, ഞാൻ വലിയ പുലർക്കിയാന്ന് പറഞ്ഞുകൊണ്ടൊന്നും വണ്ടി ഓടൂല, അത് ഓടൂല. റവാഹു മുസ്ലിം. അതെല്ലാം ഒരു ഉപമകളാണ്. അല്ല, തങ്ങൾക്ക് മഹത്വമുണ്ട്. ഇനി 24-ാമത്തെ ഹദീസ് ഫീ ബയാനി വുജൂഹി മസ്ഊലിയത്തിൽ അബ്ദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരബ്ദ് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നത്. عن أبي برزة الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم عبد, ഒരബ്ദിന്റെ രണ്ട് കാലും നീങ്ങൂല യൗമൽ ഖിയാമത്തിൽ ഹത്താ യുസ്അല അൻ 44 കാലം ചോദിച്ചുത്തരം പറഞ്ഞാലല്ലാതെ. അൻ ഉംരിഹി, ഒന്ന് ജീവിതകാലം. ഫീമാ അഫ്നാഹു, എന്തിനാണ് അത് നശിപ്പിച്ചു തീർത്തത്. കുറെ വർത്താനം പറഞ്ഞിട്ടും കുറെ അവിടെ ഇരുന്നിട്ടും കുറെ ചീത്ത പറഞ്ഞിട്ടും കുറെ ഫാം വിളിച്ചിട്ടും കുറെ ഗെയിം കളിട്ടെല്ലാം തീർന്നെന്ന് പറയാം. പണ്ട് ഫോണിനെ കാത്തുനിൽക്കലാണ്. ഞാൻ ട്രങ്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഇരിക്കൂ. ഇപ്പൊ ഫോണ് ഗെയിം കിട്ടിയതാണല്ലോ നേരം കൊടുക്കുന്നത്. വഅൻ ഇൽമിഹി മാ അമില ബിഹി, ഇൽമുണ്ടായിരുന്നു, എന്ത് അമൽ ചെയ്തു എന്ന് രണ്ടാമത്തെ ചോദ്യം. വഅൻ മാലിഹി, പിന്നെ മുതലാണ്, മിൻ ഐന ഇക്തസബഹു, ഏത് മാർഗത്തിൽ കൂടി സമ്പാദിച്ചു എന്ന് ചോദിക്കും. വഫീമ അംസഖഹു, എന്തിലാണ് അത് ചെലവാക്കിയത് എന്നും ചോദിക്കും.
വഅൻ ജിസ്മിഹി ഫീമാ അബല, അവൻ്റെ ശരീരമുണ്ടായിരുന്നു അതെന്തിനാണ് ക്ഷീണിപ്പിച്ചത്? എനിക്ക് തടിയും വണ്ണവും ആരോഗ്യമുണ്ടായിരുന്നു, അതെന്തിൽ ചെലവാക്കി, എന്തിൽ ക്ഷീണിപ്പിച്ചു എന്ന് ചോദിക്കുന്നു. എന്നിട്ട് വെച്ച കാല് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. ഹദീസുൻ ഹസനുൻ സഹീഹ്. വറവാഹുൽ ബസ്സാർ വൽ ബൈഹഖി വത്തബറാനി ബിഇസ്നാദിൻ ഹസനിൻ عن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم لن تزول قدم عبد يوم القيامة. ഖിയാമത്ത് നാളിൽ ഒരബദിൻ്റെ കദമ നീങ്ങൂല എന്ന് വെച്ചാൽ നിർത്തിയിട്ടാണ് ചോദിക്കാം. ഹത്താ യുസ്അല അൻ അർബഇ ഖിസാലിൻ, 4 കാര്യങ്ങൾ കൊണ്ട് ചോദിച്ചിട്ടല്ലാതെ. അൻ ഉംരിഹി ഫീമാ അഫ്ന, അതൊന്നാമത്തെ പറഞ്ഞിട്ടുണ്ട്. വാൻ ശബാബിഹി ഫീമാ അബിലാഹു, അതാണ് അതിലില്ലാത്തത്. നിന്റെ യുവത്വം ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യത്തിന്റെ സമയമുണ്ടായിരുന്നു, അതെന്തിലാന്ന് നശിപ്പിച്ചത്? വാൻ മാലിഹി മിന്നൈന ഇക്തസബഹു ഫീമാ ഫഅൻഫഖ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാൻ ഇൽമിഹി മാ അമില ഫീഹി എന്നുള്ളതും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അൽ ഹദീസുൽ ഖാമിസ് വൽ 25ാമത്തെ ഹദീസ്. ഖുതുബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹല്ലു ഫീഹാ അലാ തമസ്സുക് ബികിതാബില്ലാഹി തആല വൽ ഇഖ്തിദാഇ ബിഹദിയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കാനും തങ്ങളുടെ ശ്രദ്ധയൊപ്പിച്ചിട്ട് ഹിദായത്ത് സിദ്ധിക്കാനുമാണ് അതിലുള്ള കൽപ്പന. മുറുകെ പിടിക്കുന്ന ഇങ്ങനെ പിടിക്കലല്ല. ഖുർആനോട് പറഞ്ഞ മുമ്പ് വിശദീകരിച്ച 7 ഹക്കുണ്ട്, അത് മുഴുവനും വീടലാണ്. عن جابر رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا خطب همرت عيناه, തങ്ങൾ ഖുതുബ ഓതുന്ന അവസരത്തിൽ കണ്ണു ചുവക്കും. ആ കാര്യത്തിന്റെ ഗൗരവം കണ്ടിട്ടാ പറയും. വഅലാ സൗതുഹു, തങ്ങളുടെ ശബ്ദം ഉയരും. വസ്തദ്ദ ഖദബുഹു, തങ്ങളുടെ ഖദബ് കഠിനമാകും. അത് കേട്ടാൽ കഅന്നഹു മുൻദിറു ജൈശിൻ, ഒരു സൈന്യം നമ്മൾ ആക്രമിച്ച് കീഴടക്കാൻ വരുന്നുണ്ട് എന്ന് കാലേ കൂട്ടി പറയുന്ന ആ ശൈലി ഉണ്ടാവും. യഖൂലു അമ്മാ ബഅദു, അതൊക്കെ പറഞ്ഞ അമ്മാ ബഅദു ഫഇൻ അസ്തഖൽ ഹദീസ് കിതാബുല്ലാഹ്, വാർത്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധമായ വാർത്ത അല്ലാഹുവിൻ്റെ കിതാബാണ്. വഇന്ന അഫ്ദലൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതചര്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദലി സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയാണ്. അതിന് വാക്ക്, പ്രവർത്തനം, സ്വഭാവം, വേഷം എല്ലാം അതിൽപ്പെട്ടു. വശർറൽ ഉമൂരി, കാര്യങ്ങളിൽപ്പെട്ട് മോശമായത് മുഹദസാത്തുഹാ, ദീന് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒന്നാണ്. എന്നല്ലാണ്ട് പണ്ട് കാലത്തില്ലാത്ത പരിഷ്കരണങ്ങൾ എന്നല്ല പറഞ്ഞു. പഴയ കാലത്ത് വിളക്കും മണ്ണെണ്ണ തിരിയും കത്തിക്കുമ്പോൾ ഇപ്പൊ ഇലക്ട്രിക് വന്നതുകൊണ്ട് ഷർട്ടും മൂറെന്ന് പറഞ്ഞു. ദീനിൽ പലതും കെട്ടിയുണ്ടാക്കുക. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, അങ്ങനെ കെട്ടിയുണ്ടാക്കിയ ഷർറായ കാര്യം ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, ആ ബിദ്അത്താണെങ്കിലും ദലാലത്തുമാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, ദലാലത്ത് നരകത്തിലേക്കുള്ളതാണ്. അത്തതുകുമുസ്സാഅതു ബഗ്തതൻ, ഖിയാമത്ത് നാളിതാ പെട്ടെന്ന് നിങ്ങൾക്ക് വരുന്നു. ബുഇസ്തു അന വസ്സാഅതു ഹാകദാ, ഞാനും ഖിയാമത്ത് നാളും ഇപ്രകാരം അയച്ചു എന്ന് പറഞ്ഞാൽ 2 വിരലിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. ഇനിയിപ്പോൾ തങ്ങൾക്ക് ശേഷം ഇല്ല, ഒരു നബി വരാനില്ല, ഒരു പുതിയ ശരീഅത്തും വരാനില്ല. ഖിയാമത്ത് നാൾ ഇനി തങ്ങളുടെ കാലത്തിന് ശേഷം ഖിയാമത്ത് നാളിലാണ്. സബ്ബഹതുകും സാഅതു വമസ്സതുകും, രാവും പകലും ഖിയാമത്ത് നാൾ നിങ്ങൾക്ക് ബന്ധിക്കൊണ്ടിരുന്നു. സബ്ബഹ എന്ന് പറഞ്ഞാൽ രാവിലെ, മസ്സത്ത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. തൊട്ടു എന്നർത്ഥത്തിനല്ല. സബ്ബഹ മസ്സ, വൈകുന്നേരം. അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവ സ്വന്തം നഫ്സിനെ കാണാൻ ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ട ആൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ തറക്ക മാലം ഫലിഹലിഹി, ആരെങ്കിലും സ്വത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഹ്ലുകാരെടുത്തോട്ടെ, എനിക്കൊന്നും തരണ്ട. വമൻ തറക്ക ദൈനൻ ഔ ലയാഅൻ, ഒരാൾ കടം ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിലോ നോക്കാൻ ആളില്ലാത്ത മക്കളും കുടുംബവും ഉണ്ട്, എന്നാ ഫൈലയ്യ, അതെന്നെ കൊള്ള ഏൽപ്പിച്ചോ, വാലയ്യ, അത് സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നാണ്. വാന വലിയുൽ മുഅ്മിനീൻ, ഞാൻ എല്ലാ മുഅ്മിനീങ്ങളുടെയും വലിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസു സാദിസു വൽ 26ാമത്തെ ഹദീസ്.
ഖുതുബത്തുഹു ഫീ അവ്വലി ജുമുഅത്തിൻ സ്വല്ലഹാ ഫിൽ മദീനത്തിൽ മുനവ്വറ. മദീനയിൽ എത്തിയപ്പോൾ ആദ്യമായി നമസ്കരിച്ച ജുമായിൽ ഓതിയ ഖുതുബയാണ്. അത് ചില കലിമാത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടതെന്ന് പറയും. قال الحافظ പറയുന്നു ابن جرير الطبري حدثني يونس بن عبد الله أخبرنا ابن وهب عن سعيد بن عبد الرحمن الجمحي. എന്താ ഒരാണ് ഹദീസ് പറയുന്നത്? അന്നഹു ബലഗഹു അൻ ഖുതുബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ആദ്യമായി ഓതിയ ഖുതുബ എവിടെ? ഫി അവ്വലി ജുമുഅത്തിൻ സ്വല്ലഹാ ബിൽ മദീന, മദീനയിൽ വെച്ച് ആദ്യമായി നിസ്കരിച്ച ജുമാ നമസ്കാരത്തിൽ. എവിടെ? ഫി ബനി സാലിം ബിൻ അംർ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അതാ വദക്കറ ഹാദിഹിൽ ഖുതുബ, ഈ ഖുതുബയാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹി അഹ്മദുഹു വഅസ്തഈനുഹു വഅസ്തഗ്ഫിറുഹു വഅസ്തഹ്ദീഹി വഉമിനു ബിഹി വലാ അക്ഫുറുഹു വഉആദി മൻ യക്ഫുറുഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق والنور والموعظة على فترة من الرسل. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും റസൂൽ വരാത്ത ഒരവസ്ഥയെത്തി. ഇങ്ങനെ മക്കയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ശേഷം വേറൊരു നബി വന്നിട്ടില്ല. ലോകവ്യാപകമായി പരിശോധിച്ച് നോക്കിയാൽ ഈസാ അലൈഹി ഇസ്ലാമാണ് ലാസ്റ്റ്. അവിടുന്ന് 600 ചില്ലാനം കൊല്ലം കഴിഞ്ഞു. വഖില്ലത്തിൻ മിനൽ ഇൽമി, ഇൽമ് കുറഞ്ഞ കാലത്ത്, വലലാലത്തിൻ മിനന്നാസ്, ജനങ്ങൾ മുഴുവനും വെടികെട്ട അവസരത്തിൽ എന്താ വളരെ അത്യാവശ്യമായ അവസരത്തിലാണ് വന്നിരിക്കുന്നത്. വഖിതാൻ മിനസ് സമൻ വദുനുബിൻ മിനസ് സാഅ, ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്താണ്. വഖുർബിൻ മിനൽ അജൽ, ദുനിയാവിന്റെ അവധി എത്തിയ സമയത്താണ്. വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് റശദ ومن يعصهما فقد غوى وفرط وضل ضلالا بعيدا وأوصيكم بتقوى الله فإنه خير ما أوصى به المسلم المسلمة. ഒരു മുസ്ലിമിനോട് വസിയത്ത് ചെയ്ത വിഷയത്തിൽ ഏറ്റവും ഖൈറെന്താണ്? അൻയഹുല്ലഹു അലൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തിൽ പ്രേരിപ്പിക്കലും വഅയഅ്മുറുഹു ബിതഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ തഖ്വ കൊണ്ട് കൽപ്പിക്കലുമാണ്. ഫഹദറൂ മാ ഹദറകുമുല്ലാഹു മിൻ നഫ്സിഹി, അല്ലാഹു തആല നമ്മൾ താക്കീത് ചെയ്ത കാര്യം വയുഹദ്ദിറുകുമുല്ലാഹു മിൻ നഫ്സിഹി, അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് നിങ്ങൾ അല്ലാഹു തആല പേടിപ്പിക്കുന്നുണ്ട്. വലാ അഫ്ളല മിൻ ദാലിക നസീഹ, നസീഹത്തായിട്ട് ഇതിനേക്കാണ് അഫ്ളൽ വേറെ ഇല്ല. വലാ അഫ്ളല മിൻ ദാലിക ദിക്റ, ഒരാളെ ബോധിപ്പിക്കുന്നല്ലോ, ഒരു ഉപദേശം ചെയ്തിട്ട് അതിനേക്കാണ് അഫ്ളൽ വേറൊന്നുമില്ല. ഫഇന്നഹു തുഖബിലു മൻ അമില ബിഹി അലാ വജ്ലിൻ വമഖാഫ, അല്ലാഹുവിന്റെ പേടിയോടുകൂടി വജലോടുകൂടി അമൽ ചെയ്ത ആൾക്ക് എന്താക്കും? അത് ശക്തി പകരും. വഅഉനു സിദ്ഖിൻ അലാ മാ തബ്തഗൂന മിൻ അംരിൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിനാൽ ആഗ്രഹിക്കുന്നതെല്ലാം സത്യസന്ധമായി നമുക്ക് നൽകുന്ന ഔനാണ് ഈ തഖ്വയും. വമൻ യുസ്രിഹി അല്ലദീ ബൈനഹു വബൈനല്ലാഹി തആല മിൻ അംരി സിർരി വൽ അലാനിയ, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള രഹസ്യമായ കാര്യമാവട്ടെ പരസ്യമായ കാര്യമാവട്ടെ ഒരാൾ ഇസ്ലാഹാക്കി വലാ യൻബി ബിദാലിക ഇല്ലാ വജ്ഹല്ലാഹി തആല, അതുകൊണ്ട് അള്ളാഹിന്റെ വജ്ഹല്ലാതെ ഉദ്ദേശിച്ചിട്ടുമില്ല. യകുല്ലഹു ദിക്റൻ ഫീ ആജിലി അംദിഹി, അപ്പൊ ദുനിയാവിൽ അവന് നല്ല ഒരു വാർത്ത ഉണ്ടാകും. വദുഖറൻ ഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിലേക്കുള്ള ഒരു കൈമുതലുമാകും. എപ്പോഴാണ്? ഹീന യഫ്തഖിറുൽ മർഉ ഇലാ മാ ഖദ്ദം, ജീവിതകാലത്ത് മുന്നിക്കൂട്ടി ചെയ്തു വെച്ച ആ അമലിലേക്ക് എല്ലാം ആവശ്യമാകുന്ന ഫഖീറാകുന്ന ഒരു കാര്യമുണ്ട്. വമാ കാന മിൻ സിവാ ദാലിക, ഇനി ഇതിനെതിരായിട്ടൊരാളുണ്ടായി. എന്നാലോ യവദ്ദു ലൗ അന്ന ബൈനഹു വബൈനഹു അമദൻ ബഈദാ, ആ കാര്യത്തിൻ്റെയും ഇവന്റെയും ഇടയിൽ വളരെ ബഹുദൂരം അകന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ് വല്ലദീ സദഖ ഖൗലുഹു വഅൻജസ വഅദഹു, സദഖ ഖൗലുഹു വഅൻജസ വഅദഹു ലാ ഖുൽഫ ലിദാലിക.
റബ്ബിനെ തന്നെയാണ് സത്യം, അവന്റെ ഖൗല് സാദിഖാണ്, അവന്റെ വാഅദ പൂർത്തീകരിക്കപ്പെടുന്നതാണ്, അതിന് മാറ്റമില്ല. ഫഇന്നഹു യഖൂലു തആല മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. അല്ലാഹു തീരുമാനിച്ച ഒരു കാര്യങ്ങളെ മാറ്റലില്ല. അബ്ദിനോട് ഒരു തരത്തിലുള്ള ദുൽമും അല്ലാഹു തആല ചെയ്യുന്നവനല്ല. വത്തഖുല്ലാഹ ഫീ ആജിലി അംരിക്കും, നിങ്ങൾ ഭൗതികമായ കാര്യത്തിലും അല്ലാഹനെ സൂക്ഷിച്ചോ, വആജിലിഹി ഭാവി കാലത്തും സൂക്ഷിച്ചോ, പരലോകം. ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചോ. ഫഇന്നഹു മൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി വയുഅളിം ലഹു അജ്റാ. അള്ളാഹുവിന് ഒരാൾ തഖ്വ ചെയ്യുകയാണെങ്കിൽ അവന്റെ സയ്യിആത്തിനെ അല്ലാഹു തആല പൊറുക്കും, അവന് ധാരാളം വണ്ണമായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. വമൻ യത്തഖില്ലാഹ ഫഖദ് ഫാസ ഫൗസൻ അലീമാ. ആരെങ്കിലും അല്ലാഹു തആലക്ക് തഖ്വ ചെയ്യുകയാണെങ്കിൽ അവൻ വമ്പിച്ച വിജയം വിജയിച്ചു. വഇന്ന തഖ്വല്ലാഹി തഖീ മഖ്തഹു, അല്ലാഹുവിന്റെ തഖ്വ അല്ലാഹുവിന്റെ കോപത്തിനെ കാക്കുന്നതാണ്. വതഖീ ഉഖൂബതഹു, അവന്റെ ശിക്ഷയെയും തടുക്കുന്നതാണ്, കാക്കുന്നതാണ്. വതഖീ സഖതഹു, അവന്റെ കോപത്തിനെയും സഖത്തിനെയും കാക്കുന്നതാണ്. വഇന്ന തഖ്വല്ലാഹി തുബയ്യിനുൽ വജ്ഹ, മുഖത്തിനെ അത് പ്രകാശിപ്പിക്കുന്നതാണ്. വതർഫഉ ദറജാത്, ദറജയെ ഉയർത്തുന്നതുമാണ്. ഖുദൂ ബിഹദ്ദികും വലാ തുഫർരിതൂ ഫീ ജംബില്ലാഹ്, നിങ്ങൾ ഹദ് പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞാൽ ആവുന്നത്ര അത് ശേഖരിച്ചു കൊള്ളണം. അള്ളാഹിന്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയും മനോഭാവം ഉണ്ടാകാൻ പാടില്ല, തഫ്രീത്ത് ഉണ്ടാകാൻ പാടില്ല. ഖദ് അല്ലമകുമുല്ലാഹു കിതാബഹു, അല്ലാഹു തആല അവന്റെ കിതാബിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വനഹദ ബികും സബീലഹു, അല്ലാഹുവിന്റെ മാർഗം എന്താണെന്ന് വ്യക്തമായി വെട്ടിത്തെളിയിച്ചിട്ടുണ്ട്. ലിയഅലമല്ലദീന സദഖൂ വലിയഅലമൽ കാദിബീൻ, സാദഖീങ്ങൾ ആര്, കാദിബീങ്ങളാണെന്ന് അല്ലാഹു തആല ഇവിടെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഫഅഹ്സിനൂ കമാ അഹ്സനല്ലാഹു ഇലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ഗുണം ചെയ്തതുപോലെ നിങ്ങൾ പരസ്പരം ഗുണം ചെയ്യണം, അല്ലാഹു ഗുണം ചെയ്യേണ്ടില്ല. വഅദൂ അഅദാഅഹു, അല്ലാഹുവിന്റെ അഅദാക്കളോട് നിങ്ങൾക്ക് അദാവത്ത് വേണം. വജാഹദൂ ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ ഫീ സബീലിൽ ജിഹാദിന്റെ മുറപ്രകാരം ജിഹാദ് ചെയ്യുക. നിങ്ങൾക്ക് ഇസ്ലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊക്കെ നൽകിയത് കൊണ്ട് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വസമ്മാകുമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്ന പേരും നൽകിയിട്ടുണ്ട്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന, അപ്പോൾ ഹലാക്കായ കൂട്ടർ ബയ്യിനത്ത് വന്നതിന് ശേഷമാണ് ഹലാക്കായത്. ബയ്യിനത്ത് വരാത്തത് കൊണ്ടാണ് നമുക്ക് ഹലാക്ക് സംഭവിച്ചെന്ന് പറയാനില്ല. വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിനത്ത്, ഇത് ജീവിച്ചിരിക്കുന്നവർ, ഹലാക്കിന്റെ ഓപ്പോസിറ്റ് അത് ഹയാത്തായതും എന്നുകൊണ്ട് അൻബയ്യിനത്ത്. വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഅക്സിറൂ ദിക്റല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണം. വഅമലൂ ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി അമൽ ചെയ്യണം. ഫഇന്നഹു മൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാഹി തആല യക്ഫിഹില്ലാഹു മാ ബൈനഹു വബൈനൻ നാസ്, അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള കാര്യം ഒരാളെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തആല എന്താക്കും, അതിയാക്കി തരും. അവർക്ക് വേണ്ടി കോലം കെട്ടുകയോ അവരെ പിരിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയോ ഒന്നും ചെയ്യേണ്ടിയില്ല. ഉള്ള നിസ്കാരവും കാര്യമെല്ലാം നല്ല മട്ടം പോലെ ആക്കിയാൽ മതി. എന്നാൽ പിരിച്ചം വെക്കുന്ന ആൾ പിരിച്ചം വെച്ചോളൂ. ഓരോ പിരിച്ചം കിട്ടാൻ വേണ്ട നിസ്കാരം വെട്ടിച്ചെടുക്കൊന്നും വേണ്ട. ജനങ്ങളെ പേരിൽ വിധികൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, ജനങ്ങൾ അള്ളാഹുടെ പേരിൽ വിധികൽപ്പിക്കാറില്ല. വയംലിക്കു മിനന്നാസി, ജനങ്ങളെ മക്കളിൽ അള്ളാഹു തആല എല്ലാം ഉടമയാക്കുന്നവനാണ്. വലാ യംലികൂന മിൻ, അള്ളാഹനെ ആരും ഉടമയാക്കലില്ല. അല്ലാഹു അക്ബർ. വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. قال الحافظ ابن كثير رضي الله عنه പറയുന്നു هكذا أوردها ابن جرير, ഹദീസിനെ പറ്റിയാണ് പറയുന്നത്. ഇബ്നു ജരീർ ഇപ്രകാരമാണ് ഈ ഖുത്ബൻ അവതരിപ്പിച്ചത്. വഫി സനദി ഇർസാലുൻ, സനദിൽ എന്തുണ്ട്, താബിഇന് ശേഷം ആള് പോയിട്ടുണ്ട്, ഇർസാൽ പറഞ്ഞാക്കലുണ്ട് എന്നല്ല അർത്ഥം. സനദ് മുത്തസിലായിട്ടില്ല.
വഖാലൽ ബൈഹഖി ഇമാം പറയുന്നു ബാബു അവ്വലി ഖുതുബത്തിൻ ഖതബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീന എന്ന് ഹെഡിങ് കൊടുത്തു ബൈഹഖി ഇമാം. സുമ്മ ഔറദ ഇബ്നു കസീർ ഇസ്നാദുൽ ബൈഹഖി, പിന്നെന്താക്കൂ ഇബ്നു കസീർ ബൈഹഖി ഇമാമിന്റെ ഇസ്നാദാണ് കൊണ്ടുവന്നത്. എവിടത്തേക്ക്? ഇലാ അബീ സലമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അതാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മകനാണ് അബൂ സലമ, അതിലേക്ക് മുട്ടുന്ന സനദാണ് കൊണ്ടുവന്നത്. قال كانت أول خطبة خطبها رسول الله صلى الله عليه وسلم بالمدينة أن قام فيه. മദീനയിലെത്തി അവർക്ക് ഖുതുബതാൻ വേണ്ടി തങ്ങൾ നിന്നല്ലോ. فحمد الله وأثنى عليه بما هو أهله. ثم قال, പിന്നെ പറഞ്ഞു أما بعد أيها الناس فقدموا لأنفسكم تعلمن والله ليسعكن أحدكم ثم ليدعن غنمه ليس لها راع ثم ليقولن له ربه ليس له ترجمان ولا حاجب يحجبه دونه ألم يأتك رسولي فبلغك وآتيتك مالا وفضلت عليك فما قدمت لنفسك. ഖിയാമത്ത് നാളിൽ വരും. അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും, എല്ലാവരും ഞെട്ടി വിറക്കും. അവൻ്റെ ആടുകൾ എന്താക്കും? മേയിച്ചുകൊണ്ടിരിക്കുന്ന ആടിനെ ഉപേക്ഷിച്ചിട്ട് അവൻ എന്താക്കും? തടിസലാമത്താക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തർജുമാനോ ഒരു ഇടയിൽ മറയോ ഇല്ലാതെ കണ്ടെന്താക്കും? അല്ലാഹു ചോദിക്കുന്നു, ഞാൻ എൻ്റെ റസൂലെ നിങ്ങൾക്ക് അയച്ചിട്ടില്ലേ? ആ റസൂല് മുഴുവനും നിങ്ങൾക്ക് എത്തിച്ചിട്ടില്ലേ? വാഅതൈതുക മാലൻ, ഞാൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ലേ? വഅഫ്ളൽതു അലൈക, നിനക്ക് കോരിവാരി തന്നില്ലേ? ഫമാ ഖദ്ദംത ലിനഫ്സിക, നഫ്സിന് വേണ്ടി എന്ത് ചെയ്തോടോ എന്ന് ചോദിക്കും. ഫയൻദുറു, അബ്ദു നോക്കുന്നു, യമീനം വശിമാലും, വലഭാഗത്തും വടഭാഗത്തും നോക്കുന്നു. ഫലാ യറാ ശൈഅൻ, ഒന്നും കാണുന്നില്ല. സുമ്മ യൻദുറു ഖുദ്ദാമഹു, പിന്നെ മുമ്പാകത്ത് നോക്കും. ഫലാ യറാ ഗൈറ ജഹന്നം, ജഹന്നമല്ലാത്ത മറ്റൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അവന്റെ നാത്തിനെ നരകത്തിനെ തൊട്ട് കാക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ, ഓരോ ബിശിക്ക് തമ്രത്തിൻ, ഒരു കാരക്കന്റെ കീറ് കൊടുത്തിട്ടെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടെങ്കിലും രക്ഷപ്പെടാമെങ്കിൽ ഫല്യഫ്അൽ, അങ്ങനെ ചെയ്തുകൊള്ളട്ടെ. ഫമല്ലം യജിദ്, അതും കിട്ടുന്നില്ലേ? ഫബി കലിമത്തിൻ ത്വയ്യിബ, കലിമത്തുൻ ത്വയ്യിബ കിട്ടുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണെന്ന്, സുബ്ഹാനല്ലാഹി എന്നുള്ള വചനമാണെന്ന്, ചുരുക്കത്തിൽ അർത്ഥസമ്പുഷ്ടിയുള്ള ഏത് കലിമത്തും ആവാം. അത് അള്ളാഹിനോട് പറയുന്ന കലിമത്തും ആകാം, മനുഷ്യന്മാരോട് പരസ്പരം പറയുന്ന കലിമത്തും ആവാം. കാരണം ഫഇന്ന ബിഹാ തുജ്സൽ ഹസനതു അശറ അംസാലിഹാ, ഒരു ഹസനത്ത് ചെയ്തു കഴിഞ്ഞാൽ 10 ഇരട്ടിയാണ് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കില്ല. സബീമയത്തുൽ ലൈക്കൻ, അങ്ങനെ 700 വരെ. ഖുതുബ തീർന്നു. അസ്സലാമു അലൈക്കും വഅലാ റസൂലില്ലാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സുമ്മ ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ ഉഖറ, മറ്റൊരു അവസരത്തിൽ ചെയ്ത ഖുതുബ. ഫഖാല ഇന്നൽ ഹംദലില്ലാഹ് أحمده وأستعينه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له إن أحسن الحديث كتاب الله قد أفلح من زينه الله في قلبه. الله زينه لم يرتك كتاب الله. ഒരു മനുഷ്യൻ വിജയിച്ചു, മുഫ്ലിഹായി. ആര്? അള്ളാഹുവിൻ്റെ കിതാബ് അവൻ്റെ കൽബിൽ ഭംഗിയാക്കപ്പെട്ടതായിട്ട്. വഅദ്ഖലഹു ഫിൽ ഇസ്ലാമി ബഅദൽ കുഫർ, കുഫ്രിയത്തിന് ശേഷം ഇസ്ലാമിലേക്ക് അല്ലാഹു തആല ഒരാളെ പ്രവേശിപ്പിച്ചു, അവനും വിജയിയായി. വഖ്താറഹു അലാ മാ സിവാഹു മിൻ ഹദീസിന്നാസ്, ജനങ്ങളുടെ വാർത്തകളിൽ നിന്ന് മറ്റുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ഖുർആനിനെ മുൻഗണന കൊടുത്തു, അവനും ആരായി? മുഫ്ലിഹായി. ഇന്നഹു അഹ്സനൽ ഹദീസി വഅബ്ലഗുഹു, ഹദീസുകളുടെ വാർത്തകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? ഏറ്റവും ബലാഗത്തുള്ളതും ഏറ്റവും മെച്ചപ്പെട്ടതുമാണ്. അഹിബ്ബു മൻ അഹബ്ബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചവരെ നിങ്ങൾ സ്നേഹിക്കുക. അഹിബ്ബുല്ലാഹ മിൻ കുല്ലി ഖുലൂബിക്കും, നിങ്ങളെ കൽബിൻ്റെ മുഴുവൻ കൊണ്ടും അല്ലാഹുവിനെ സ്നേഹിക്കണം.
വലാ തമല്ലു കലാമല്ലാഹി വദിക്റഹു അല്ലാഹുവിൻ്റെ കലാമിനെയോ അവൻ്റെ ദിക്റിനെയോ നിങ്ങൾ മടുക്കാൻ പാടില്ല. വലാ തഖസു അൻഹു ഖുലൂബക്കും നിങ്ങളെ ഖൽബ് കസാബത്തുള്ളതാകാൻ പാടില്ല. ഫഇന്നഹു മൻ യഖ്താറുല്ലാഹ വയസ്തഫീ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾ തിരഞ്ഞെടുത്തു. അല്ലാഹു ഫഖദ് സമ്മാഹു ഖൈറതഹു മിനൽ അഅമാൽ വഖൈറതഹു മിനൽ ഇബാദ് വസ്സാലിഹ മിനൽ ഹദീസ് ومن كل ما أوتي الناس من الحلال والحرام അമാലിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നുണ്ട് ഫഖദ് സമ്മാഹു അതിലേറ്റവും ഖൈറുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അബ്ദുകളെ മക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഹദീസിൽ നിന്ന് ഏറ്റവും സാലിഹായത്, ഹലാലും ഹറാമിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് എല്ലാം കൊടുത്തതിൽ നിന്നും ഫഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ واتقوه حق تقاته واسلكوا الله صالح ما تقولون بأفواهكم وتحابوا بروح الله بينكم فإن الله يغلب أن ينكث عهده അല്ലാഹുവിൻ്റെ കരാറ് പൊളിക്കപ്പെടൽ അല്ലാഹു തആല വെറുക്കുന്നതാണ്. അല്ലാഹുവിൻ്റെ ആ സന്തോഷം കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാല ഇബ്നു കസീർ, നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ ബഅദമാ ഔറദ ദാലിക, ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു വഹാദിഹി തരീഖു അയ്ദൻ മുർസലത്തുൻ, ഈ പറഞ്ഞതും ഹദീസിന്റെ സനദ് മുൻകത്തിയായിട്ടുണ്ട്. ഇല്ല അന്നഹ മുഖവ്വിയത്തുൽ ലിമാ ഖബലഹ, പക്ഷേ മുമ്പുള്ള ഹദീസിന് ശക്തിപ്പെടുത്തുന്നതാണ് എന്ന്. രണ്ട് സാധനം കൂടുമ്പോൾ ഒരു ഇഖ്തിലാഫത്തിൽ അൽഫാദ് മാറ്റം വന്നാലും ശരി, അൽഫാദിന് ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണത്. അപ്പൊ സനദിന്റെ ഭാഗത്തിൽ കൂടി ഇർസാല് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. അൽ ബിദായ വന്നിഹായ. അൽ ഹദീസ് സാബിഉ വൽ ഇശ്റൂൻ, 27ാമത്തെ ഹദീസ് ഖുതുബത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹത്തി അല തൗബ, തൗബയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ചെയ്ത ഖുതുബയാണ്. വസിലത്തിൽ അബ്ദി ബൈനഹു വബൈന റബ്ബിഹി, അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിലെ അബ്ദിന് എന്താക്കണം, ബന്ധം സ്ഥാപിക്കണം. വതഹദീറു മിൻ തർക്കി സ്വലാത്തിൽ ജുമുഅ, ജുമുഅ നമസ്കാരം ഒഴിവാക്കലിനെ തൊട്ട് തങ്ങൾ പേടിപ്പിക്കുന്നു. വഖതല ദാലിക, അതിൻ്റെ കാര്യഗൗരവവും എല്ലാം ഹദീസിലുണ്ട്. അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി ഖബ്ല അൻ തമൂതു, മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ എന്താക്കണം, അള്ളയിലേക്ക് തൗബ ചെയ്യണം. അപ്പൊ കുറേ കൊല്ലം കഴിഞ്ഞിട്ടല്ല മരിക്കല്, അപ്പൊ കുറേ കൊല്ലം എന്താക്കണം, തൗബ ചെയ്യണം. എന്നാലിപ്പം വന്നേ വബാദിറൂ ബിൽ അഅമാലി സ്വാലിഹ ഖബ്ല അൻ തുശ്ഗലൂ, നിങ്ങൾക്ക് പല ശുഗലുകളും വന്നിട്ട് അമല് മുടങ്ങുന്ന സമയമുണ്ട്, അത് മുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ബാദിറോ എന്ന് കഴിഞ്ഞാൽ ഖുതുബയിൽ ഓതിയിട്ടുണ്ട് 7 കാര്യം. വസിലുല്ലദീ ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങളുടെയും റബ്ബിൻ്റെയും ഇടയിലുള്ള ബന്ധം നിങ്ങൾ എന്താക്കണം, ചേർത്ത് പിടിക്കണം. ബി കസറത്തി ദിക്രിക്കും ലഹു, അല്ലാഹു തആലക്ക് ധാരാളം ദിക്ർ ചൊല്ലിക്കൊണ്ട്. വകസറത്തി സ്വദഖത്തി ഫി സിദ്ദി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും സദഖ വർദ്ധിപ്പിച്ചുകൊണ്ടും. തുർസഖൂ വതുൻസറൂ വതുജ്ബറൂ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പക്കൽ റിസ്ക് നൽകപ്പെടും, അല്ലാഹുവിൻ്റെ പക്കൽ നസ്റും സഹായവും നൽകപ്പെടും, നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. വഅലമു അന്നല്ലാഹു ഇഫ്തറദ അലൈക്കുമുൽ ജുമുഅ, നിങ്ങളുടെ പേരിൽ അല്ലാഹു തആല ജുമുഅ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫീ മഖാമി ഹാദാ, എൻ്റെ ഈ അവസരത്തിൽ, ഈ നൃത്തത്തിൽ. ഫീ യൗമി ഹാദാ, എൻ്റെ ഈ ദിവസത്തിലും എൻ്റെ ഈ നൃത്തത്തിലും. ഫീ ഷഹരി ഹാദാ മിൻ ആമി ഹാദാ ഇലാ യൗമിൽ ഖിയാമ, ഈ കൊല്ലത്തിൽ, ഈ മാസത്തിൽ, ഈ ദിവസത്തിൽ, ഈ സമയത്തിൽ ഖിയാമത്ത് നാൾ വരെയും ജുമുഅണ്ട്. ഫമൻ തറക്കഹ ഫീ ഹയാതി ഔ ബഅദി, എൻ്റെ ജീവിതകാലത്താവട്ടെ എൻ്റെ മരണത്തിന് ശേഷമാവട്ടെ ഒരാൾ എന്താക്കി, ജുമുഅ ഒഴിവാക്കി. എത്തരത്തിൽ വലഹു ഇമാമുൻ ആദിലുൻ ഔ ജാഇറുൻ, നീതിമാനായ ഇമാമുണ്ടാവാം, അല്ലെങ്കിൽ നീതി കുറഞ്ഞ ഇമാമുണ്ടാവാം. ഇപ്പോൾ ഇസ്തിഖ്ഫാഫൻ ബിഹ, ഈ ജുമുഅനെ അവ തമാശയാക്കിക്കൊണ്ട് പ്രസാരമില്ല. വജുഹൂദൻ ബിഹ, അതിനെ നിഷേധിച്ചുകൊണ്ടും. ഫലാ ജമഅല്ലാഹു ലഹു ശംലഹു, അവൻ്റെ ശംല അല്ലാഹു ഒരുമിച്ച് കൂട്ടാതിരിക്കട്ടെ. ഒരു മനുഷ്യന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കിട്ടലാണ് ഏത്, ശംല്. വലാ ബാറക ലഹു ഫീ അംരിഹി, അവൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ.
അലാ വലാ സ്വലാത്ത ലഹു അവന് നമസ്കാരമില്ല, അലാ വലാ സക്കാത്ത ലഹു അവന് സക്കാത്തുമില്ല, അലാ വലാ ഹജ്ജ ലഹു ഹജ്ജുമില്ല, വലാ സൗമ ലഹു അലാ വലാ ബിർറ ഹത്താ യതൂബ തൗബ ചെയ്ത് മടങ്ങിയെന്നില്ലാത്ത കാലത്തോളം ഇതൊന്നും അല്ലാഹു തആലക്ക് സ്വീകാര്യമല്ല. ഫമൻ താബ താബല്ലാഹു അലൈഹി തൗബ ചെയ്താൽ അല്ലാഹു തആല അവൻ തൗബ പ്രഖ്യാപിക്കും. 27 ഹദീസായി. എത്ര ഉണ്ടാവും? 40ലേക്ക് 13 ഉണ്ടാവും. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു